അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉയരുന്നതിനിടെ സംഘടനയ്ക്ക് വെണ്ണല ക്ഷേത്രം നൽകിയ സ്പോൺസർഷിപ്പിൽ വിവാദം പുകയുകയാണ്. 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപപ്പെടുത്തിയ ഈ ട്രസ്റ്റിന് ക്ഷേത്രവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കല്ലാതെ തുക നൽകാനാകില്ല എന്നാണ് നിയമം. മതസ്ഥാപനത്തിൽ നിന്ന് സ്പോൺസർഷിപ്പ് തുക വാങ്ങുന്നത് അമ്മ സംഘടനയുടെ നിയമാവലിക്ക് വിരുദ്ധമാണെന്ന് അൻസിബ ഹസൻ ചൂണ്ടിക്കാട്ടിയില്ലായിരുന്നെങ്കിലും ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വത്തിന് തുക നൽകാനാകില്ലെന്നാണ് നിയമം പറയുന്നത്. വിവാദങ്ങൾക്കിടെ അൻസിബ വെണ്ണല ക്ഷേത്രത്തിലെത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ വിവാദ സ്പോൺസർഷിപ്പ് കരാറുമായി ബന്ധപ്പെട്ട് വിവാദം പുകയുന്നതിനിടയിലാണ് സ്വകാര്യ ക്ഷേത്ര ട്രസ്റ്റ് തുക നൽകിയതിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉയരുന്നത്. അമ്മ സംഘടനയുടെ കുടുംബസംഗമത്തിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് 75 ലക്ഷം രൂപയ്ക്ക് വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രമാണ് ഏറ്റെടുത്തത്. ക്ഷേത്രം പ്രസിഡന്റ് TG നന്ദകുമാറും അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും തമ്മിലായിരുന്നു കരാർ. എന്നാൽ 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപം കൊണ്ട ട്രസ്റ്റിന് ക്ഷേത്രവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾക്കല്ലാതെ തുക സ്പോൺസർ ചെയ്യാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആക്ടിലെ സെക്ഷൻ 11, സെക്ഷൻ 15 പ്രകാരമാണ് വിശ്വാസേതര പ്രവർത്തനങ്ങൾക്ക് തുക വിനിയോഗിക്കാൻ സ്വകാര്യ ട്രസ്റ്റ് കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നത്. ക്ഷേത്രത്തിന്റെ ബൈലോയിൽ പറയുന്ന പൂജകൾ, ക്ഷേത്ര വികസനം എന്നിവയ്ക്കല്ലാതെ മറ്റൊരു സംഘടനയ്ക്ക് പണം നൽകുന്നത് സെക്ഷൻ 11 ലംഘനമാണ്. നിയമവിരുദ്ധമായി പണം വകമാറ്റി ചെലവഴിച്ചാൽ ആ തുക ട്രസ്റ്റിലേക്ക് തിരികെ അടക്കാൻ ട്രസ്റ്റ് ബാധ്യസ്ഥനാണെന്നും അതേ നിയമത്തിലെ സെക്ഷൻ 23 പറയുന്നു. അതായത് അമ്മയുമായി കരാറിലെത്തിയാലും ഒരു സ്വകാര്യ ക്ഷേത്ര ട്രസ്റ്റ് ക്ഷേത്രത്തിന്റെ വിശ്വാസപരമായ വിഷയങ്ങൾക്കല്ലാതെ പണം ചെലവഴിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. ഞാൻ ആ അസോസിയേഷനെ കുറ്റം പറയൂല. ആ അസോസിയേഷനിലുള്ള ചില വ്യക്തികൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അത് ആ അസോസിയേഷന് ചീത്തപ്പേരായി മാറും. ഇപ്പൊ AMMA എന്നൊക്കെ പലരും വിളിച്ചപ്പോൾ ഞാനാണ് ഏറ്റവും മുന്നിൽ നിന്നിട്ട് അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാനത് അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെ റെപ്രസെന്റ് ചെയ്ത് നിന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ച ഒരാളാണ്. അതിനിടെയാണ് അമ്മ സംഘടന മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കണമെന്ന് കാട്ടി കരാറിനെ ജോയിന്റ് സെക്രട്ടറിയായിരുന്ന അൻസിബ ഹസൻ എതിർത്തത്. അൻസിബ വിഷയമുയർത്തിയത് അമ്മയുടെ നിയമാവലി ചൂണ്ടിക്കാട്ടിയാണെന്നും പറയുന്നു. അൻസിബ ആ വിഷയം ചൂണ്ടിക്കാട്ടിയില്ലായിരുന്നുവെങ്കിലും സ്പോൺസർഷിപ്പ് തുക ക്ഷേത്ര ട്രസ്റ്റ് നിയമക്കുരുക്കാകുമായിരുന്നു. അമ്മ സംഘടനയുടെ കുടുംബസംഗമം ക്ഷേത്രത്തിന്റെ വിശ്വാസപരമായ വിഷയമല്ല എന്നതാണ് പ്രശ്നം. നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ചാരിറ്റി, ഏത് ഓർഗനൈസേഷൻ, ഏത് മതപരമായ സ്ഥാപനത്തിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ചാരിറ്റി എടുക്കാം. ഒരു കാര്യം ഇവിടെ ലീഗലി ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ബാങ്ക് വഴി തന്നെയാണ്. ഇനി അമ്മയുടെ കുടുംബസംഗമത്തിൽ നടന്ന വിവാദം എന്തായിരുന്നു എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ഫെബ്രുവരി 14 അമ്മയുടെ കുടുംബസംഗമം നടന്നത്. കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ ടൈറ്റിൽ സ്പോൺസർ വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രം. 75 ലക്ഷം രൂപ നൽകാമെന്നായിരുന്നു സ്പോൺസർഷിപ്പ് കരാറിലുള്ളത്. എന്നാൽ 30 ലക്ഷം രൂപ ആദ്യ ഗഡുവായി നൽകുകയും ചെയ്തു. 45 ലക്ഷമാണ് കരാർ പ്രകാരം അമ്മയ്ക്ക് കിട്ടാനുള്ളത്. ഇതിനിടയിൽ പ്രസിഡന്റ് TG നന്ദകുമാർ ഉൾപ്പെടെയുള്ള ക്ഷേത്ര ഭാരവാഹികൾ ഒരു എതിർപ്പ് താരസംഘടനയെ അറിയിച്ചു. അവരുടെ പരസ്യം കുടുംബസംഗമ വേദിയിൽ വേണ്ട രീതിയിൽ പ്രദർശിപ്പിച്ചില്ല എന്നതാണ് അതിന് കാരണം. ഈ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നൽകാനുള്ള ബാക്കി തുക സംഘടനയ്ക്ക് നൽകുമെന്നാണ് TG നന്ദകുമാർ പറഞ്ഞത്. അതിനിടയിലാണ് സ്പോൺസർഷിപ്പ് കരാർ പുറത്തുവരുന്നത്. ടൈറ്റിൽ സ്പോൺസർഷിപ്പ് തുകയെ അൻസിബ എതിർത്ത വാർത്ത പുറം ലോകമറിയുന്നത് മെയ് 13 അൻസിബ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ്. എന്നാൽ വിവാദം പുറം ലോകമറിയുന്നതിന് മുൻപ് മെയ് 2 വെണ്ണല ക്ഷേത്രത്തിലെ പരിപാടിക്ക് ക്ഷേത്രം ഭാരവാഹികളുടെ ക്ഷണപ്രകാരം അൻസിബ എത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾക്കായി നടത്തിയ ബംഗളൂരു യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച അൻസിബ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ക്ഷേത്ര ഭാരവാഹികളുടെ ക്ഷണം സ്വീകരിച്ചാണ് താൻ എത്തിയതെന്നും അൻസിബ സന്ദർശനത്തിനിടെ വ്യക്തമാക്കി. മുൻപും താൻ ക്ഷേത്രത്തിലെത്തിയിരുന്നുവെന്നും അൻസിബ പറയുന്നുണ്ട്. അതിന് പിന്നാലെയാണ് മെയ് 13 അൻസിബ അമ്മ ഭാരവാഹിത്വം രാജിവെക്കുന്നതും വിവാദങ്ങൾ ഉണ്ടാവുന്നതും. എന്നാൽ താരസംഘടനയായ അമ്മയ്ക്ക് സ്പോൺസർഷിപ്പ് നൽകിയത് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടതനുസരിച്ചെന്ന് പറയുകയാണ് TG നന്ദകുമാർ. മുഴുവൻ പണവും പരസ്യത്തിലേക്കല്ല, ചാരിറ്റി സംഘടനയിലേക്കാണ് എന്നാണ് പറഞ്ഞതെന്നും ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാനായ നന്ദകുമാർ പറയുന്നു. ഈ പൈസ മുഴുവൻ അവർ പറഞ്ഞത് ഞങ്ങൾ പരസ്യത്തിലേക്കല്ല എടുക്കണം, അല്ല ഞങ്ങളുടെ ചാരിറ്റി ഓർഗനൈസേഷനിലേക്ക് ഞങ്ങൾ മാറ്റുന്നു പറഞ്ഞു. അപ്പോൾ അതിനോട് സഹായകരമായ നിലപാടാണ് ഞങ്ങൾ എടുത്തത്. വിഷയത്തിൽ നിയമപരമായ തടസ്സങ്ങൾ നിലനിൽക്കവെയാണ് സ്പോൺസർഷിപ്പ് തുക കൈമാറുന്നത്. സ്വകാര്യ ക്ഷേത്ര ട്രസ്റ്റ് എന്ന നിലയിൽ വിശ്വാസേതര വിഷയങ്ങൾക്ക് നൽകണമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ട്രസ്റ്റ് ഭാരവാഹികളാണ്. മതേതര ചാരിറ്റബിൾ സംഘടന എന്ന നിലയിൽ മതസ്ഥാപനങ്ങളിൽ നിന്നും തുക സ്പോൺസർഷിപ്പായി വാങ്ങിക്കണോ എന്ന കാര്യത്തിൽ അമ്മ സംഘടനയും അതിന്റെ ഭാരവാഹികളും വ്യക്തത വരുത്തേണ്ടതുണ്ട്. റിസർച്ച് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ക്ഷേത്രത്തിൽ കാണിക്കയർപ്പിക്കുന്നവരെയും ക്ഷേത്രങ്ങൾക്ക് പണം നൽകുന്നവരെയും ഒക്കെയാണ് നമുക്കറിയാവുന്നത്. പക്ഷേ ഇതാ ഒരു സംഘടനയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ഒരു ക്ഷേത്ര ട്രസ്റ്റ് നൽകിയ വാർത്തയാണ് എറണാകുളത്ത് നിന്ന് വന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്?
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.